DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കാലവർഷം ആൻഡമാൻ കടലിലെത്തിയതിൻ്റെ പ്രഭാവത്തിൽ കേരളത്തിലും മഴ ശക്തമാകുന്നു. ഇന്ന് തിരുവനന്തപുരം അടക്കമുള്ള 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 115.5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനിടെ കേരളത്തിൽ കള്ളക്കടൽ മുന്നറിയിപ്പും പ്രവചിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക. അടുത്ത അറിയിപ്പ്, റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായി കയറിപ്പറ്റിയവരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി 7120 കാർഡുകളെ പുറത്താക്കിയിരിക്കുകയാണ്. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകളാണ് റദ്ദാക്കിയത്. പകരം അർഹരായവരെ പരിഗണിക്കും. പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം. മാത്രമല്ല, അനർഹമായ മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. റദ്ദാക്കിയ കാർഡുകൾക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരെ കണ്ടെത്തി സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ആഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്ന് സ്വർണ്ണവിലയിൽ ഭേദപ്പെട്ട ഇടിവ് വന്നിരിക്കുകയാണ്. ഇന്ന് പവന് 400 രൂപ കുറഞ്ഞു. 70,440 രൂപയിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. 70,840 രൂപയായിരുന്നു മുൻനിരക്ക്. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 8,805 രൂപയിലെത്തി. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി 40.50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. 6 മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ച ഉടൻ തുക അനുവദിക്കുകയായിരുന്നു. 22.76 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത്. ഓരോ ഗുണഭോക്താവിനും 30 രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നു. സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. എന്തായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണക്കാർക്കുള്ള ഇൻസെന്റീവ് തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം മെയ് മാസത്തെ പെൻഷൻ വിതരണവും അടുത്തയാഴ്ചയോടൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പുണ്ടാകും. അതിനുശേഷമായിരിക്കും വിതരണം ഉണ്ടാകുക. കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും മെയ് മാസത്തെ 1600 ചേർത്ത് 3200 രൂപ അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് അടുത്ത ബുധനാഴ്ചയോടെയൊക്കെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നേക്കാമെന്നാണ് സൂചനകൾ വരുന്നത്. തുടർന്ന് കൈകളിലേക്കും അധികം വൈകാതെ ഈ തുക എത്തുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.